ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടെ എത്തിയാലും എനിക്കൊരു ശൈര്യം തരുമല്ലോ. അതെ, ഈ അടുക്കള അധികം പ്രേക്ഷകർക്കും ഈ അടുക്കള കുറേ സുപരിചിതമായിരിക്കും. ചിലവർക്കറിയായിരിക്കും, കുറേ പേർക്ക് കുറേ വീഡിയോസിൽ വന്ന അടുക്കളയാണ്. കുറേ പേര് കണ്ടു പരിചയം ഉണ്ടാവും. ഇതാണ് എൻ്റെ വീട്ടിലെ അടുക്കള. നിസ്കാരം കഴിഞ്ഞപ്പോൾ ചായ വേണം. അപ്പോൾ ഉമ്മാക്ക് സുഖമല്ല, ഉമ്മാക്ക് നല്ല പനിയാണ്. അപ്പോൾ നല്ല ഡോക്ടറൊക്കെ കാണിച്ചു വന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ കയറാമെന്ന് വിചാരിച്ചു. മോർണിംഗ് ഡ്യൂട്ടി ഭാവി എടുക്കണം. യെസ്, അത് തന്നെ. നമ്മൾ നന്ദിനിയുടെ ഗുഡ് ലൈഫ് പാൽ കൊണ്ട് ചായ. ചിങ്കു ഇതല്ലാണ്ട് വേറെ ഒരു പാല് ഒഴുകാങ്ങൂല. ഞാൻ പറയുള്ളൂ, ഇത് ഇത്ര റേറ്റൊക്കെ കൊടുത്ത് നിന്നാടി വാങ്ങുന്നത്, ഓക്കെ ഇത് കുടിച്ചാലേ തൃപ്തിയാവുള്ളൂ. അത് പക്ഷേ റഷ്യന്ന് ഉള്ള ശീലമാണ്. ഓക്കെ റഷ്യന്നുള്ള അവിടെ ഈ പാലല്ലേ കിട്ടുക. ഈ പാക്കറ്റ് എന്ത് ടൈറ്റാമോ. അപ്പം മധുരം ഇടണ്ട കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നലെ ഞങ്ങൾ തറവാട്ടിൽ പോയി പരിപാടിയൊക്കെ കഴിഞ്ഞു. 11:30 മണിയായി അവിടെ നിന്ന് എത്തിയപ്പോൾ. വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ മുതൽ വേറെ പരിപാടിയാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ 9 മണിയാകുമ്പോഴേക്കും സാരിയൊക്കെ കൊടുത്ത് ഇവിടെ പോകണം, ചുണ്ടയിൽ പോകണം, പരിപാടിക്ക് പോകണം. അരിക്കുത്ത് പരിപാടി. ഞാൻ സാരി കാണിച്ചു തരാം. സാരി ഇതാണ് എൻ്റെ സാരി. ഞാൻ തേച്ച് കൊണ്ടുവന്നത്. നല്ല പിങ്ക് തന്നെ ആയിരിക്കില്ല, അത് പിങ്ക് കളർ സാരി. അതിന് ബ്ലൗസൊന്നും കിട്ടാത്തതുകൊണ്ട് പച്ച ബ്ലൗസ് ഓൺലൈനിൽ വാങ്ങിയത് കേട്ടോ. പിന്നെ എൻ്റെ ഷാള്. എനിക്ക് വള വാങ്ങി തരണേ പോകുമ്പോൾ. ഞാൻ കുപ്പിവള ചുണ്ടേന്ന് മേടിക്കാം. ഇന്നലെ അവിടുന്ന് താഴേന്ന് അസ്മലൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇത് വള ഞാൻ ഒന്നും എടുത്തിട്ടില്ല. വള എടുത്തിട്ടില്ല, കമ്മലെടുത്തിട്ടില്ല. ഇന്നിപ്പോൾ മുന്നിൽ മെസ്സേജ് അയക്കുന്നത്, എൻ്റെ അടുത്ത് കമ്മലുണ്ടോ ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഒരു സാധനം എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല. അത് പിന്നെ നിങ്ങൾ പോയി ബുദ്ധിമുട്ടാവണ്ടേ, പുറകെ പോയി തപ്പി എടുക്കണ്ടേ. പിന്നെ പിന്നെ നിങ്ങൾ വരാൻ ലേറ്റ് ആവൂലേ. അതാ പിന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. അപ്പോൾ ഗൈസ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? എനിക്ക് ഉറക്കം വരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളവിടെ ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ചേച്ചീൻ്റെ പേര് പറയാ ചേച്ചി? കൽപ്പന. ചേച്ചി മലയാളി അല്ല കേട്ടോ. എവിടെ ചേച്ചീൻ്റെ വീട് പറഞ്ഞു കൊടുക്കി? നേപ്പാളിലാണ്. ഇവിടെ എത്ര വർഷമായി ഇവിടെ വന്നത്? ഇപ്പോൾ 2 മാസമായി. അങ്ങനെയല്ല, മൊത്തത്തിൽ എത്ര അറിയില്ല എനിക്ക്. 20 വർഷം. 20 വർഷമായിട്ട് ചേച്ചി കേരളത്തിലുണ്ട്. ഈ ചേച്ചിയാണ് ഇപ്പൊ ഇവിടുത്തെ ഞങ്ങളുടെ. ഞാൻ വന്നു പോവും മാത്രം ഇവിടെ നിൽക്കൂ. വന്നു പോവും. പുറക്കൊല്ലം നിൽക്കും. ഇത് വരൂ, പുറക്കൊല്ലം നാട്ടിൽ നിൽക്കൂ. പിന്നെ ഇവിടെ വന്നു. എനിക്കൊന്നും മനസ്സിലാവില്ല. നീ എനിക്ക് മനസ്സിലാവില്ല. ഭയങ്കര സ്പീഡിൽ ഒത്തരം പറയുന്നത് കേട്ടോ. നമ്മളെ ചായ തിളയ്ക്കുന്നു. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നറിയില്ല. നോക്കട്ടെ, മാവുണ്ടോ ഒന്ന് ഫ്രിഡ്ജിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദോശയും കൂടി ചൂടാം. ദോശയും തക്കാളി ചട്നിയും ആക്കാം. അതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ചായ എടുത്തിട്ട് നമുക്കിത് പുറത്തേക്ക് പോവാം കേട്ടോ. അവിടെ കാണിച്ചെടുക്കാം. നമുക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്. കാണിച്ചെടുക്കുക നമ്മളെ സ്ഥലം കാണാത്തവർക്ക് വേണ്ടിയിട്ട്. എൻ്റെ വീട് നല്ല കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. ഇവിടെ നല്ല രസമാട്ടോ. ഒരു റിസോർട്ട് വൈബാണ് ഇവിടെ. ഈ ബാക്ക്ഗ്രൗണ്ടും എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കാണാത്തവരും ഉണ്ടാവുമല്ലോ. അതെ, നല്ല ചായ. ചിങ്കുവിനെ വിളിക്കണം ഇനി. സാരി എടുക്കാണ്ട്. ഓളും എത്ര മണിക്ക് ഞങ്ങൾക്ക് പോവാളെ? 9 മണിയാകുമ്പോൾ അവിടെ എത്തണം. 9 മണിക്ക് അവിടെ എത്തണം നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങോട്ട് വരും. അഫർക്ക് അങ്ങോട്ടേക്ക് വരും. അത് അല്ലെങ്കിൽ ഞാൻ നിജുവിൻ്റെ അടുത്തേക്ക് പോകും. അത് കഴിഞ്ഞിട്ട്
എന്താണ് ഇവിടെ വന്നിട്ട് ഹൽദിക്കുള്ള ഡ്രസ്സ് മാറ്റണം. ഹൽദിക്കുള്ള പരിപാടി കഴിഞ്ഞ് വന്നിട്ട് വേണം രംഗോളിക്കുള്ള ഡ്രസ്സ് മാറ്റണം. ഒരു ദിവസം 3 പരിപാടിയാണ്. നാളത്തേക്ക് രംഗോളി ഇപ്പോൾ എപ്പോഴാണ്? വൈകിട്ട് അല്ലല്ല, സെക്കൻഡ് പരിപാടി രംഗോളി, തേർഡ് പരിപാടിയാണ് ഹൽദി. ടയേർഡാവും കാരണം ഇന്നലത്തെ രാത്രിക്കത്തെ പരിപാടി, ഇന്നലത്തെ രാത്രിക്കത്തെ പരിപാടി, ഇന്നൊരു 3 പരിപാടി. നാളെ ആകുമ്പോഴേക്കും ഹൽദിക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണ്ടോ? ആ അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് തോന്നുന്നു. പിന്നെ അതൊന്നും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇതിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. നമ്മൾ സാരി എടുക്കുന്നു. സാരി ഞാൻ ഇതുവരെ പട്ട് സാരി മോഡൽ ഞാൻ എടുത്തിട്ടില്ല. പട്ടല്ല, ആ ഒരു ടൈപ്പ് സാരി ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല. ഇനി ഉടുക്കണം. ഉടുത്താൽ വൃത്തിയിൽ നിൽക്കോ? എൻ്റെ കാല് അവിടെ തട്ടി. കുറച്ച് ഇത് പറിക്കണം. അവക്കാടോ ഉമ്മച്ചിക്ക് വേണമെന്ന് പറയുന്നു. അവക്കാടോ അന്നത്തെ 2 അവക്കാടോ എന്താക്കി? അതൊക്കെ കഴിഞ്ഞു, കിട്ടിയില്ലല്ലേ? അത് ഉമ്മച്ചി തിന്നുന്നുണ്ട് ഇപ്പോൾ. ഉമ്മച്ചി ഡെയിലി തിന്നുന്നുണ്ട്. ഒരു ലോഡ് അവക്കാടോ ഉണ്ട്. ഞങ്ങളെ ടോക്കിയനൊക്കെ ഉണ്ടോ? ഫോൺ വഴിയല്ലേ? ഞങ്ങളെ ടോക്കിയനൊക്കെ ഉണ്ടോ? ടോക്കിയോ കാച്ചിട്ടൊക്കെ ടോക്കിയോ കൊണ്ടോ? ചായ മേടിക്കാം. ആളിപ്പോൾ സൈലണ്ടാ, അല്ലെങ്കിലും സൈലണ്ടാ കേട്ടോ. അത് കരയൊന്നുമില്ല. കരയല്ലോ. കാണാൻ പറ്റുമോ ഇതിൽ? അവക്കാട് ഉണ്ട്. പിന്നെ അന്ന് നമ്മൾ കുറേ തൃശ്ശൂർ ഇപ്പം പറിച്ചല്ലോ. ശിങ്കു പറഞ്ഞിരുന്നു താഴെ ഉണ്ട് എന്ന്, കൈ എത്തുന്ന ദൂരത്ത്. അപ്പോൾ നമുക്ക് പറിക്കാം. ഈ മഴ എനിക്കറിയില്ല, ഈ മഴയത്ത് എങ്ങനെയാണ് നമ്മൾ അരിക്കുത്തിനൊക്കെ സാരി എടുത്തിട്ട് പോവുക? എല്ലാരും ഒന്ന് വിളിച്ചു നോക്കാം. രാവിലെ നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് മഴ ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. പക്ഷെ വിളിച്ചു നോക്കിയിട്ട് എന്താ സാരി എടുക്കണ്ടെന്ന് പറയാനാ? അല്ലല്ലോ, സാരി എന്തായാലും എടുക്കണം. നമ്മൾ സെറ്റായതല്ലേ, ഒരു മടി ഉണ്ടാവൂലേ എടുക്കാനുള്ള? പ്രത്യേകിച്ച് ഇന്ന് സൺഡേ ഒരു മടി ഉള്ള ദിവസമാണ്. സൺഡേ ഞങ്ങൾക്ക് ഇതാട്ടോ, ജാഫർക്കാക്ക് ലീവാണേ. സൺഡേ ആണ് ഞങ്ങൾ പോവുകയാണെങ്കിലൊക്കെ തന്നെ ഉച്ചയാവുക ഇറങ്ങാൻ. എന്തായാലും ഇപ്പം ഈയിടെയായിട്ടുള്ള എല്ലാ സൺഡേയും പ്രോഗ്രാംസാണ്. എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. കല്യാണം, വീട്ടിൽ കൂടൽ, ബർത്ത്ഡേ, അത് ഇത് പറഞ്ഞിട്ട് ഫുൾ. പിന്നെ മഴ ആയതുകൊണ്ട് മഴയായതുകൊണ്ട്. അപ്പോൾ ഗൈസ് എന്നാൽ ഇതൊക്കെ കുടിച്ച് ചായ കുടിക്കട്ടെ. ഞങ്ങൾ കുടിച്ച് കഴിഞ്ഞിട്ടൊക്കെ. അപ്പോൾ ഗൈസ് ഞാൻ സാരിയൊക്കെ മാറ്റി. അമ്മക്ക് പനി എങ്ങനെയുണ്ട്? ഉമ്മക്ക് പനി ആയതുകൊണ്ട് ഇന്ന് അടുക്കളയിൽ ഞാൻ കയറി. ശിങ്കു സാരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പോകാനുള്ളത്. പനി എങ്ങനെയുണ്ട്? പനിയുണ്ട്, കുറവുണ്ട്. പക്ഷെ തല ഇറങ്ങും. അത് ഒന്നാമത് കാലാവസ്ഥേൻ്റെ ആണ്. ഞാൻ സാരി എടുത്തിട്ട് പറ. അത് ഓൾറെഡി നല്ല വെയിറ്റ് കൂടിയിരിക്കും. ഞാൻ പറഞ്ഞ കേൾക്കൂലേ? 65 കിലോ ഉണ്ട്. 55 കിലോ ഉണ്ടായിരുന്നേ, ഇപ്പം 65 കിലോയി. ഇന്ന് നല്ല ഉഴുന്ന് ദോശയും എൻ്റെ സ്പെഷ്യൽ ചട്നി. രസമുണ്ടോ? ഇതാണ് ഐസി പറയുന്നത് റെഡ് ചട്നി. തേങ്ങ ഇട്ട് കുറച്ച്. ഞാൻ കുറച്ച് തേങ്ങ ഇട്ടു. പിന്നെ ഞങ്ങളൊക്കെ ഒഫീഷ്യൽ ക്യാമറമാൻ. നിർത്തമൊന്നുമില്ല. സ്നേഹം കൂടിയിട്ടാണ് ഭാവി വന്നിട്ട് ചോദിക്കുക ദോശ ഉണ്ടാക്കി തരാം. അങ്ങനെയല്ല, അതുകൊണ്ടല്ല. ഇതെങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്യാനാ? ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഒരു 2 മിനിറ്റ് പല്ല് വെച്ചിട്ട് വരാം. പല്ലും തേക്കണ്ട, തിന്നൂടെ. വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പല്ല അല്ല, ഇത്ര നേരമായിട്ടും പല്ല് വെച്ചിട്ടില്ല. ഇനിയിപ്പോ പല്ലേ കയറ്റാം. അതായത് എന്റെ ബ്രഷും പേസ്റ്റും നിങ്ങൾ കിടക്കുന്ന റൂമിലായിപ്പോയി. അതൊക്കെ സ്വന്തമായിട്ട് റൂമില്ലേ? അത് അറിയാണ്ട് താഴെ ആയിപ്പോയത്. അന്ന് പനി പിടിച്ചപ്പോ ആയതാ. ഒരാഴ്ചയായി. പരിപാടിയാ? പരിപാടി എനിക്കറിയില്ല സ്ഥലം എവിടെയാണ്, ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ആരെ ഫോട്ടോഗ്രാഫർ
എന്തായാലും മുറ്റത്തായിരിക്കൂലേ? അങ്ങനല്ല, മഴ നിക്കുമ്പോ പോയി എടുക്കുക എന്നല്ലാണ്ട്. അങ്ങനെ ഇന്ന് ഒരു പരിപാടി അല്ലല്ലോ, ഇന്ന് 3 പരിപാടി ഉണ്ട്. വേറെന്തൊക്കെയാ? ഇന്ന് ഹൽദി ഉണ്ട്, രംഗോളി ഉണ്ട്. അതൊക്കെ ഇവിടുന്നല്ലേ? ആ അതൊക്കെ അരിക്കുത്താദ്യം തീർത്തിട്ട് വരാം. പുതിയ സൂപ്പർ സ്റ്റാർ വന്നിട്ടുണ്ട്. പോയി അങ്ങോട്ട് നോക്ക്, ക്യാമറ ഒക്കെ നോക്ക്. ഹായ് പറഞ്ഞ. നിങ്ങളെ കൂട്ടത്തില് ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളത് പോവനാ. സത്യം. ഓ പല്ലൊക്കെ ഒന്ന് തേച്ചിട്ടുണ്ട്, ബ്രഷ് ഇട്ടിട്ട് തേച്ചിട്ടില്ല എന്നുള്ളൂ. ഇതെന്തിനാ? ഇത് കയ്യിലാണ്. ഏത്? അതിലൊന്നും ഇല്ല, അതേ ഉള്ളൂ. ചിക്കനില്ല. എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചു നിങ്ങള്. സാരിയൊക്കെ കൊടുത്ത് ഞങ്ങളാരും ഇത് ചുട്ടച്ച് ദോശ തിന്നൂല കേട്ടോ. മീൻസ് ഇത് ഏത് ഉഴുന്ന് ദോശ ചൂടോടൊക്കെ ചുടും. അതാണ് ഞങ്ങളുടെ സ്റ്റൈല്. ചൂടോടൊക്കെ തണുത്ത് പോയാൽ ഒരു രസം ഉണ്ടാവില്ല. ചേച്ചിനെ ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടു. ഇടാവ് അപ്പോ അല്ലെ പെണ്ണുങ്ങൾ ഇന്ന് മാറ്റി കഴിയോ? പെണ്ണുങ്ങളെ വീഡിയോ തിന്നയേ വേണ്ട വേണ്ട ഇവിടെ ഇരുന്ന്. ഓയ് പറയൂ. നിങ്ങള് പിന്നെ ഇത് സ്ഥിരം കഴിക്കുന്നോണ്ട് സ്ഥിരമൊന്നുമില്ല കേട്ടോ, ആഴ്ചയിലൊരു തേങ്ങ കിട്ടും. അല്ലേ? ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാ, പേടിച്ച് പറയാ. അതൊന്നല്ല, എന്താ രസമുണ്ടെന്ന് അറിയില്ല. ഇപ്പൊ ചിരിസിലും കുത്തുന്നത് കാണിച്ചു കൊടുക്കാൻ, ചിരിസിലും കുത്തുന്നത് ഇതിൽ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇതാർക്കൊക്കെ ചേച്ചി ചായ? മധുരം അപ്പൊ ഞാൻ സാരി കൊടുത്തു. ഇതിങ്ങനെ തന്നെ ഫ്രണ്ട് ക്യാമറ ആക്കാൻ പറ്റുമോ? വിളിച്ചോ എന്നെ കാണിച്ചല്ലോ, ഞാൻ തന്നെ സെൽഫി എടുക്കും. ചുണ്ടാ ഇപ്പോൾ തേച്ചിട്ടില്ല. എന്റെ മോനെ പരിപാടി എന്താ? അരിക്കുത്ത്. അരിക്കുത്ത് അരിക്കുത്തൊന്നും കാണിക്കില്ല. എനിക്ക് പോകുമ്പോ വള വാങ്ങണം. കിട്ടില്ല. അപ്പൊ ഗൈസ് ഇനി കുഞ്ഞാ വരട്ടെ കേട്ടോ. സുന്ദരി ടോക്കിയോ പോയിട്ട് വരാട്ടോ. അപ്പൊ ഗൈസ് ഞങ്ങൾ സാരി ഒക്കെ എടുത്ത് ഞാന് പിങ്ക്, ഇവിളേതാ കളറ്? ഇത് ഏതോ കളറാണ്, എന്താണ് കളർ? ഒരു യെല്ലോ, ഒരു യെല്ലോയിഷ് കളറ്, മിക്സഡ് കളേഴ്സ്. ഞാൻ ചെരുപ്പ് ഇട്ടോണ്ട് കേട്ടോ എത്ര ഹൈറ്റ് വന്നത്. ഇങ്ങനെ നിക്ക് ഗൈസ്. അപ്പം ഭാവി ചെരുപ്പിട്ടോണ്ടാണ്. നീ ഞങ്ങൾക്ക് വള വാങ്ങണം. യാസിനോട് ആവുന്ന പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയ ചട്നി കൂട്ടിട്ട് ഒരു ദോശ തിന്നു. ഞങ്ങൾ പോവുകയാണെ, നീ ദോശ ചട്നി കൂട്ടിട്ട് തിന്നിട്ട് വരണം കേട്ടോ. എങ്ങനെയുണ്ട് അഭിപ്രായം പറയണേ. ഞാൻ ഇന്ന് രാവിലെ എണീച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതുകൊണ്ട്. ഞാൻ എന്താണെന്നറിയോ, കുഞ്ഞാവനെ തന്നെ ആദ്യമായിട്ടൊരു ഫംഗ്ഷന് പോവല്ലേ, അന്നേരം ഒരു പ്രസൻസ് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാ പറഞ്ഞു. അതൊന്നല്ല, ഓക്കെ എപ്പോഴും വേണം. എനിക്ക് കണ്ടോണ്ടിരിക്കണം അടുക്കളയിലായാലും. ഞാൻ എവിടെയും പോവില്ല. അതല്ലേ ഞാൻ ഓക്കെയാണ്, ഞാൻ സമ്മതിച്ചു. അതിപ്പോൾ സമ്മതിച്ചിരുന്നില്ല. ഇല്ല ജാഫർക്ക് വരും. അപ്പൊ ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്യണം, എന്താണ് ആരെ സാരിയാണ് ഭംഗി എന്ന് പറഞ്ഞാൽ മതി. ആരെ സാരിയാ ഭംഗി? മുഖം ചിലപ്പോ ഇന്ന ഭംഗി ഉണ്ടാവില്ല, കാരണം സ്ലിം ബ്യൂട്ടി ആയിട്ട് ഭംഗിയാണ്. അപ്പൊ ഗൈസ് ഇനി എനിക്ക് വള വാങ്ങാനുണ്ട്.
ആ ശിങ്കിനോള് ഈ വന്നിട്ട് ചുണ്ടയിലൊരു മൈലാഞ്ചി പറഞ്ഞ ഷോപ്പ് ഉണ്ട് അവിടെ നിന്ന് വളം വാങ്ങിക്കും കേട്ടോ. അപ്പൊ ഗൈസ് ബൈ ബൈ. ബൈ ഗൈസ്. ഇനി ബാക്കി വന്നിട്ട് ഞങ്ങൾ പരിപാടിയുടെ കാര്യങ്ങൾ പറയാം. പക്ഷെ പരിപാടി ഷൂട്ട് ചെയ്യുന്നതല്ല ബിക്കോസ് ഓഫ് സം പ്രൈവസി ഇഷ്യൂസ്. യെസ് ഓക്കെ. ഇന്ന് ഈ ദിവസം 3 ഡ്രസ്സിലാണ് ഞങ്ങൾ വരിക. ഞാനില്ല ഇതോടുകൂടി അവസാനിക്കാം. ഇത് ഞാൻ വന്നത് തന്നെ ഇറങ്ങാൻ നേരം ഐഷമ്മ ഈ മുന്നിത്ത ചിന്നു എല്ലാരും കൂടി ഇങ്ങനെ പറഞ്ഞോണ്ടാണ് ഞാൻ പിന്നെ വിഷമിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് ഒന്നും കൂടെ പറഞ്ഞവള് ഉച്ചക്കത്തെ പരിപാടിക്ക് ഉണ്ടാവും. ഇല്ല ഇതോടുകൂടി നിർത്തി. ഞാൻ പറയും ഇത് അന്ന് ഇനിയില്ല. അപ്പൊ ഗൈസ് ബാക്കി ഞങ്ങൾ പോകുമ്പോൾ വീഡിയോ എടുക്കാം. ഓക്കെ. ഞാൻ ശരിക്കും പോയോ കട്ട് ചെയ്തോ. ഞാൻ ശരിക്കും പ്രിപ്പയർ ആയിരുന്നില്ല. അതായത് ഞാൻ ഇതിന് വരൂല എന്നാ ഉദ്ദേശിച്ചത്. കാരണം ഇതിന്റെ ബ്ലൗസ് ഒന്നും തയ്പ്പിച്ചിട്ടില്ല. കറക്റ്റ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എങ്ങനെയോ ആ സമയത്ത് എല്ലാം എത്തി. ഞാനൊക്കെ 10 ദിവസം മുന്നേ തുടങ്ങിക്കണേ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് ഐഷ എല്ലാം ഒപ്പിച്ചിട്ടോ. ഐഷ തട്ടം കൊണ്ടത് ഇതിനാകെ 250 ഉള്ളൂ. 250 250. പക്ഷെ ഇത് ഏത് സൈസിനാ വാങ്ങിക്കാം? അത് ഞാൻ പറഞ്ഞത്. അപ്പൊ ഗൈസ് ഓക്കെ. അപ്പൊ ഗൈസ് ഞാൻ ലിങ്ക് ഇതിന് ലിങ്ക് തന്നെ ഞാൻ കൊടുക്കുന്നത് അയച്ചുതരാം. ജാഫർക്ക് പോവാൻ റെഡി ആയി നിൽക്കുന്നു. മോന്റെ ബ്ലോഗിലല്ലേ സംസാരിച്ചേ, ഇനി മോളെ ബ്ലോഗിൽ സംസാരിക്കും. അതല്ല ഞാൻ ചോദിക്കട്ടെ, എന്റെ ഉപ്പച്ചിയുടെ 2 മക്കളും സാരി എടുത്ത് വന്നു. ഉപ്പച്ചിന്റെ അഭിപ്രായം എന്താ? രണ്ടാക്കും നല്ല യോജിക്കുന്നുണ്ട്. ഭാവിയിലേക്കാണ് യോജിക്കുന്നത് നിനക്കാ. ചെറുപ്പാനെ കൊണ്ടുവന്നു. പിന്നെ വ്ളോഗിനെ പറ്റി പറയുന്നറിയാം, മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. അങ്ങനല്ല, ഞങ്ങളത് മെല്ലെ തിന്നാൽ മുള്ളും തിന്നാണ്. മെല്ലെ തിന്നാൽ അങ്ങനെ ഒറ്റടിക്ക് 1000 മോണം 10,000 മോണം പറയരുത്. അങ്ങനെ സ്റ്റെപ്പായി കയറി ഉയർന്നു വരും. അതായത് കഞ്ഞി വെച്ചിട്ട് ബിരിയാണി വെച്ചിട്ട് കഞ്ഞി വെക്കരുത്, കഞ്ഞി വെച്ചിട്ട് ബിരിയാണി വെക്കുക. അങ്ങനെ വായ കടിച്ച വായ കെട്ടി എന്തൊട്ടാണ് കണ്ണ് കെട്ടി വായ കടിച്ച നാക്ക് കെട്ടി എന്താ ഞാൻ പറഞ്ഞില്ലേ പൂജന പറഞ്ഞില്ലേ ഒരാള് വഴി തങ്ങൂല, അതാണ് ക്യാപ്ഷൻ കൊടുത്തത്. ഓർമ്മയുണ്ടോ? അതാ പറഞ്ഞ തത്വങ്ങളാ ഉച്ചക്ക് ചമ്മാരി തത്വങ്ങളാ. അത് അവര് പോവാ. ലൂയി ഇന്ന കളിക്കാൻ പോണ ടാറ്റാ. ഇന്ന അതിൻ്റെ ഉള്ളിലാ ഇന്നെ പോട്ടോ. ടാറ്റാ. ഇന്നെ പോയിട്ടാ കേട്ടോ. അതവിടെ ഇന്നെ പോണ് ബൈ. ഇന്നെ പോണ്. ഇന്നാന്ന് വെച്ചാ വെള്ള ഗൈസ്. അവനിക്ക് ഇന്നാന്ന് വെച്ചാ വെള്ളം. എന്നാലും നീ ഒരു ഹായ് ഒന്ന് പറയുന്നു പ്രതീക്ഷയുടെ ഞാന്. ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഞാൻ ഭാവി ഉണ്ടാക്കിയ ഫുഡും ദോശയും ട്രൈ ചെയ്യുമ്പോ ഇന്നെ പോവാട്ടോ ദീദി. മൈൻഡാക്കൂലി എന്താ ഓക്കെയോ? വാ പോവാ. ഞങ്ങൾ ഇന്നെ പോവാണ് കുളിക്കാൻ. സ്വിമ്മിംഗ് പൂളിൽ പോവാ. അവൻ ബക്കറ്റ് നോക്കാം. നമുക്ക് സ്വിമ്മിംഗ് പൂൾ വേണ്ട ഞാൻ ദോശ എന്നോളാം. ഇവര് പോവാ. വരുമ്പോഴേക്കാലോ അല്ല ഭാവി ഇന്ന്. ഞാൻ വളയൊക്കെ വാങ്ങി കുട്ടികളെ പിങ്ക് കിട്ടിയില്ല, പച്ച പിങ്ക് നോക്കിയപ്പോ ഭയങ്കര വലുത്. പിന്നെ ഗ്രീൻ കുഴപ്പമൊന്നുമില്ല. ഒരു കമ്മലും വാങ്ങി. എടുത്തുള്ള അതേ സെയിം കമ്മല എടുക്കാൻ മറന്നതല്ലേ. അപ്പൊ പിന്നെ ഞാൻ ഒന്നും കൂടെ വാങ്ങി. ഞാൻ എടുക്കൂലായിരുന്നു. അപ്പൊ ഗൈസ് ഞങ്ങളിതാ ചുണ്ടയിലെത്തി. ഇതാ എത്ര ഒരു 2 മിനിറ്റ് കൊണ്ട് ഞങ്ങളെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തും. ഫറീന റസ്മിൻ. മുന്നേ നിങ്ങൾ അങ്ങോട്ട് ആക്കിത്താ. എല്ലാവരും വന്നിട്ട് ഒന്നിച്ച് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇനി ഞാൻ വീഡിയോസൊന്നും ഞാൻ എടുക്കില്ല കേട്ടോ. മീൻസ് അവിടുത്തെ ഒന്നും എടുക്കില്ല. ഇനി തിരിച്ച് വന്നിട്ട് ഞാൻ എടുക്കുള്ളൂ കേട്ടോ. ചേഞ്ച് ചില്ലറ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ
അപ്പോൾ ഞങ്ങൾ പോവുക. ലൂയിപ്പാ പോവുക പറയും. ഉമ്മിൻ്റെ അടുത്തല്ല, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറ. ഉമ്മയല്ലടാ. അപ്പൊ ഗൈസ് എന്താണ് ക്യാമറയിൽ ആദ്യമായിട്ട് എടുക്കണം. താത്തയോ? അപ്പൊ ഞാൻ ഇനി ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. അപ്പൊ ഗൈസ് ഞങ്ങള് പരിപാടിയൊക്കെ പോയിട്ട് വന്നിട്ടോ. അപ്പോഴാണ് കുപ്പിയോളം കിട്ടിയപ്പോ നമ്മളെ പണ്ടത്തെ ഒരു കളിയില്ലേ, കാണിച്ചുതരാം. നിങ്ങൾ കളിക്കുന്ന കളി എന്താന്ന് കമന്റ് ചെയ്യണേ. ഇങ്ങനെ ചിലപ്പോ കൈ മുറി ഇങ്ങനെ അങ്ങനെ ചുറ്റും ഇങ്ങനെ ഒട്ടിക്കോ. ഇത് തെറ്റാണ്. ഒന്നും വരുന്നില്ല. ഇങ്ങനെ പൊട്ടുമ്പോ ചെറിയ പീസ് ഉണ്ടെങ്കിൽ അത്രയും നമുക്ക് കുട്ടികളുണ്ടാവും. എനിക്ക് കുട്ടികളൊന്നുമില്ല. അയ്യോ അങ്ങനെ പറയും. രണ്ടു കുട്ടികളുണ്ട് കേട്ടോ. ട്വിൻസ് അല്ല, ഞങ്ങക്ക് ഒന്ന് ചെറുതോ ഒന്ന് വലുതോ കറക്റ്റാ. ഹൈറ്റ് ഡിഫറൻസ്. അയ്യോ ഈ ഹീല് വരുമ്പോ പ്രശ്നം. നിൽക്കുമ്പോ ഞങ്ങള് ജാഫർക്ക് ഹൈറ്റ്, സെപ്പറേറ്റ് നിൽക്കുമ്പോ ഭാവി എന്തൊരു ഹൈറ്റ് ഉണ്ടോ. ഇപ്പൊ ഹീല് വന്നോണ്ട് ആണല്ലേ. കണ്ട, അതാണ് അവിടുത്തെ കോൺഫിഡൻസ്. അടുത്ത കോസ്റ്റ്യൂം ഇട്ടു. ഇത് യാസീന്റെ കല്യാണത്തിന് രംഗോളിക്ക് എടുത്ത ഡ്രസ്സാണ്. ഇതുവരെ ഇട്ടിട്ടില്ല. വായിന്ന് വെച്ചാല് അവന്റെ കല്യാണം മാറ്റി വെച്ചു. അത് ഞാൻ പറഞ്ഞല്ലോ, കല്യാണം മാറ്റി വെച്ചു. അപ്പൊ ഇന്നലെ പോയിട്ട് ഷാൾ എടുത്തു. അതിനെടുത്ത ഷാള് ഇപ്പൊ ഇടുമ്പോ അല്ല എടുത്തോ. കൽപ്പറ്റ പോയപ്പോ ഇനി അത് സാരിക്ക് എടുത്ത ഷാള്. ഇനി ഫുഡ് കഴിക്കണം. ചിങ്കും കുഞ്ഞാവി താഴേക്ക് നേരെ പോയി. അവിടെ പോയി തല കാണിച്ചിട്ട് വരാന്ന് പറഞ്ഞു. ആ ഉപ്പച്ചി നമ്മളോട് പോവല്ലേ, നമുക്ക് ഒന്നിച്ച് പോവാം. കല്യാണം കഴിഞ്ഞു, റിസപ്ഷൻ കഴിഞ്ഞില്ല, നമ്മൾ മാറ്റി വെച്ചു. അതേ ലാസ്റ്റ് ഞങ്ങൾ മാറ്റി വെച്ചു. പ്രളയം കാരണം ഞങ്ങൾ മാറ്റി വെച്ചു. അതിനുള്ള അതുകൊണ്ട് എനിക്ക് കൊറേ ഡ്രസ് ലാഭം കിട്ടി. അത് ഇവിടെയുണ്ട് യാസിനിക്കാന്റെ ഉമ്മാന്റെ ഒക്കെ ഉടുപ്പ്. മക്കളത് പിന്നെ ഞാൻ യൂസ് ചെയ്തു. ക്യാമറ ഇങ്ങനെ ഇടക്കിടക്ക് കട്ടായി പോവുകയാണ്. സ്പേസ് സ്റ്റോറേജിന്റെ പ്രോബ്ലം. പ്രസവക്കൂട്ടിലല്ല, രംഗോളി. വെള്ള പൊടിയൊക്കെ അറിഞ്ഞിട്ട് ഇത് ഞാൻ ഓൾറെഡി കുഞ്ഞാവിന്റെ ആക്കാൻ വേണ്ടിട്ട് വാങ്ങിയ ഡ്രസ്സാണല്ലോ. അല്ല, അവിടെ നിന്ന് ആരും ആക്കൂലെന്ന് പറഞ്ഞു. ജസ്റ്റ് മുഖത്ത് മാത്രം ആക്കിയാൽ മതി എന്ന് പറഞ്ഞു. പെണ്ണിന്റെ മുഖത്തുള്ള അല്ല, ഞാൻ ഉദ്ദേശിച്ചെന്താ പറയാ, അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കളർ മുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ മുക്കാലോ. ഒറ്റ കളറാക്കാം. വൈറ്റാണ്. വൈകുന്നേരം ഹൽദി, അതിന് മഞ്ഞ. ഹൽദി രാവിലെ കല്യാണം, ഉച്ചക്ക് പ്രസവക്കൂട്ടില്, രാത്രി 90. വൈകുന്നേരം എത്ര മണി വരെയുള്ള 14,000. ഓ എന്റെ വീഡിയോ കണ്ടിട്ട് കരയുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഗൈസ്, നിങ്ങൾ വിചാരിക്കും ഈ ഡ്രസ്സ് മാത്രം മാറ്റി ഇങ്ങനെ പോകുമല്ലോ, ഒന്നും കാണിച്ചു തരുന്നില്ലല്ലോ. കാണിക്കാനുള്ള പ്രൈവസി ഇല്ലാത്തോണ്ട് കാണിക്കുന്നില്ല കേട്ടോ. പ്രൈവസി ഇല്ലല്ലോ നമുക്ക്. അങ്ങനെയാണോ പറയാ? കഴിഞ്ഞിട്ട് അല്ല, അതുമല്ല ഓർക്കാർക്ക് ഇൻട്രസ്റ്റും ഇല്ല. നമ്മൾ ഇൻട്രസ്റ്റ് ഇല്ലാത്തവര്, നമ്മൾ ഈ ഫാമിലിക്ക് മാത്രം ഇതിന് ഇൻട്രസ്റ്റ് ഉള്ളൂ. എന്തായാലും വേണ്ടില്ല. അപ്പൊ വൈകുന്നേരത്തെ ഇനി ഹൽദിന്റെ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. കാരണം ഞാൻ അത് അവിടെ ഡ്രസ്സ് മാറ്റാം. ഇനി ഇങ്ങോട്ടേക്ക് വരൂല. പറ്റെങ്കിൽ വെറുതെ ഇങ്ങനെ ഒരു ഷോർട്സ് എടുത്തിട്ട് മുന്നിലും കൂടെ എടുപ്പിച്ചിട്ട് ഓക്കെ. അല്ല, ഇത് കൊണ്ടുപോവാ. ഫോണ് തരൂലെന്ന്, ഫോണൊന്നും വാങ്ങി തരൂല. അപ്പൊ ശരി ഗൈസ്, ബൈ. കിട്ടൂല.
ചിങ്കു ആന അങ്ങനെ പറയണ്ട. ചിങ്കു ഫാൻസ് എത്തി മഞ്ഞയിൽ കുളിച്ചെത്തി. അടുത്ത കോസ്റ്റ്യൂമായിട്ട് മഞ്ഞൾ വന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ. നോക്ക് ഇതെന്താ? കാല് ഞങ്ങള് ഉച്ചക്ക് കഴിക്കാൻ വേണ്ടി മുറിച്ചെടുത്തില്ലേ? ഓ ഒറ്റ കാല് മാത്രം. അല്ല, വികലാംഗനാക്കി. പിന്നെ ഉച്ചക്ക് കഴിച്ചിട്ട് നിങ്ങൾ ബിരിയാണി ഇതെവിടുന്നാ ഫ്ലേവർ കിട്ടിയത്? റോസാപ്പൂ. ഫ്രണ്ടിലുണ്ടായിട്ട് ഇവരിവിടെ ഇതൊക്കെ ചെയ്യുന്ന പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി. നാളെ ഐസിക്ക് എക്സാം ആണ്. നല്ല മഴയുണ്ട്. ലീവ് കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. നീ എന്താ പരിപാടി പേരാണ്? ഞാനോ? ഞാൻ പഠിക്കുന്നു. എല്ലാരും ചോദിച്ചാണ് ചിങ്കു എന്താ വരാതെ? ചിങ്കു ഇരിക്കുന്നു 1 മണിക്ക് ശേഷം ഓൾറെഡി ഐസിയെ കുറച്ച് പഠിച്ചില്ല. ഐസിനെ പഠിപ്പിച്ചോ? ഐസിയെ അപ്പ പഠിപ്പിച്ച നല്ല ഐസി പഠിപ്പിച്ചോ? ആ 2 ചാപ്റ്റർ. ഐസി നാളെ എക്സാം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടെ നാളെ ഓറലാണ്. ആ നമുക്കില്ലേ അല്ല ഐസിക്ക് പരീക്ഷ ഇന്ന് രാത്രി ഫിലിമിന് പോയാലോ? സുമതി പടം സൂപ്പർ. പോയാൽ മതി. ആ അല്ലേ ഞാൻ ഐസിന്റെ എക്സാം ആണ് ഞാൻ പറഞ്ഞത്. നാളെ പോയാലോ? മറ്റന്നാൾ ഏതാ എക്സാം ഉണ്ടോ? അല്ല സ്റ്റഡി ലീവ് കിട്ടുമോ എനിക്ക് ഏതെങ്കിലും ഒരു ദിവസം? എനിക്ക് ടൈം ടേബിൾ കിട്ടിയതാ. തേഴ്സ്ഡേ തീരും. ഏത് ഈ തേഴ്സ്ഡേയോ? ആ അപ്പോൾ തേഴ്സ്ഡേ പോ. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ്. രാവിലെ മുതൽ 3 കോസ്റ്റ്യൂം ചേഞ്ചിങ് വീഡിയോ ആണ് ഇത് ഫുള്ളായിട്ട്. ഒന്ന് രംഗോളി. രംഗോളിക്ക് പോയിട്ട് മഴ ഫുള്ള് മഴയത്ത് ഞാൻ നന്നായി വരാൻ എത്ര നേരം അറിയാം മഴ പെയ്തിട്ട്. ഇന്ന് ഫുള്ള് നല്ല മഴയായിരുന്നു. നല്ല മഴയായിരുന്നു. പിന്നെ ഫോട്ടോസ് തരാൻ അൽഫാം എന്തായി? അവിടെ അൽഫാം എന്തായി? ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അൽഫാം വെച്ചിക്കണേ. ഷവായി ഞങ്ങളെ ലവ് സ്റ്റോറി എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. ഉടനെ വരും. ഉടനെ വരും. ആ ബാക്കിലൊന്ന് നോക്കിയേ. കൊറേ പേർക്ക് അറിയില്ലായിരുന്നു കേട്ടോ ലവ് സ്റ്റോറി ആണെന്നുള്ളത്. ലവ് ആണെങ്കിലും ലവ് ആണല്ലോ. ആരോടും പറയാത്ത കൊറേ ഇതൊക്കെ മുന്നിട്ട് പറഞ്ഞു. ഫുഡ് കഴിക്കാൻ പോയി അപ്പോഴേക്കും വിളിച്ച എല്ലാം ചോർത്തി. മുന്നി അഥവാ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫെറീന. ഓളാണ് ഞങ്ങളെ തുടക്കം. അതിന്റെ കൂടെ വന്നിട്ട് കണ്ടിട്ട് ഇഷ്ടമുണ്ടോ? ഞാൻ ഉപ്പിച്ചിനെ പറയില്ല. ലവ് സ്റ്റോറി പറയുമ്പോ ഉപ്പിച്ചിനെ ഉമ്മ ഞാൻ ഫാമിലി ആയിട്ട് അതൊക്കെ പറയാം. അപ്പൊ ഇവര് റിയാക്ഷൻ കൊടുക്കണം. റിയാക്ഷൻ ഉണ്ട് ഇവര്. എല്ലാം ഒരു പാട്ട് ഞാൻ പറയാം. ഉമ്മയും ഭാവിയും കൂടി ഒരു ദിവസം ടൗണിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കാം. അപ്പൊ ഇവളവിടെ വന്നിട്ട് എനിക്കറിയാം. ഞാൻ അവിടെ പോയി. അപ്പൊ ഇവര് അവിടെ ഇങ്ങനെ നിക്കാം. ഞാനെന്തറിയാം, ഞാൻ കയ്യൊക്കെ കടിച്ചിട്ട് വലിയ ഒന്നിച്ച് ക്രോസ് ചെയ്ത് ഒരുമിച്ച് അറിഞ്ഞില്ല. അന്ന് കല്യാണില്ല. പഠിക്കുമ്പോ പറയാൻ പാടില്ല. ഞാനറിയൂല സംഭവം. അങ്ങനെ എന്തൊക്കെ ഞാൻ അളിയൻ ബെസ്റ്റ്. അത് പിന്നെ വേറെ വ്ളോഗ് വരും. അവർക്ക് 10 എപ്പിസോഡൊക്കെ ഉണ്ടാവും. ഏറിലാക്കുമ്പോ എന്ന് പറയുമ്പോ അപ്പൊ ഉമ്മയും ഉപ്പിച്ചും കുഞ്ഞാവയും വേണം. തൃശ്ശൂർ ജില്ലയില് ഇവിടെ ഇരുടാണല്ലോ. കുഞ്ഞാവ പെങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു. എനിക്ക് സപ്പോർട്ട് ആക്കുമായിരുന്നു. പക്ഷെ അക്ക് ഭയങ്കര ബ്ലാക്ക് മെയിലിംഗ്. ഞാൻ അത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ
ഇത് ചെയ്യണം അത് ചെയ്യണം. ഇതൊന്നും ഞങ്ങളൊന്നും അറിയൂല കേട്ടോ. പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ട് ആരെങ്കിലും പ്രേമിക്കോ? അങ്ങനല്ല, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ശരിക്കും അമേരിക്കയിൽ തുമ്മണിയ ഐ ഹാവ് വൺ ബോയ് ഫ്രണ്ട് ടുഡേ ലഞ്ചിന് വരും അങ്ങനെ ഇന്ത്യൻ പാരൻസ് അല്ല അപ്പോഴത്തേനും ഇന്നത്തെ വീഡിയോ ഉണ്ട്. ശിങ്കു ഉള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ശിങ്കു ഇല്ല അമേരിക്കയിലൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ട്. അതല്ലേ ഞങ്ങളെ ഞങ്ങളെ കിടക്ക് സർക്കാരം കഴിച്ചോളൂ. ഞാൻ ശിങ്കു ഇടക്കിടക്ക് വന്നോളൂ. ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് മോളെ കാണാൻ പറ്റും. ശിങ്കു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സൽക്കാരം വിളിച്ചോട്ടെ ഇടക്കിടക്ക്. ആഴ്ചക്ക് 2 ദിവസം. സൽക്കാരം എന്തിനാ? നമുക്ക് അവിടെ ഇടിച്ചു കയറി അവിടെ ഇത്തിരി ഇരുട്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണാം. വാവ്. അതൊരു പൊട്ടിത്തരാം. ജയ് 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 ജയ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ. ബൈ ബൈ. ഓ അടുത്ത ക്യാമറ.